ഇടുക്കി ഉപ്പുതറ ചപ്പാത്തിയിൽ പുലി ഇറങ്ങി. ഇന്നലെ രാത്രിയിൽ ഒരു വീട്ടിലെ 2 ആടുകളെ പുലി ആക്രമിച്ചു. ജനവാസ മേഖലയിലൂടെ പുലി നടക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ പുലി ഇറങ്ങിയ ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? ഒപ്പം പ്രദേശവാസികൾ എല്ലാം തന്നെ ആശങ്കയിലുമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ കരടിയുടെയും സാന്നിധ്യമെല്ലാം ജനങ്ങൾ പറയുന്നുണ്ട്. ഈ പുലിയുടെ 6 മാസം മുമ്പ് പുലി ഇറങ്ങി എന്ന നിലയിൽ ഒരു പരാതി ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ അത് പൂച്ചപ്പുലിയാണ് എന്നാണ് വനംവകുപ്പ് അതിന് മറുപടി കൊടുത്തത്. എന്നാൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രിയിലാണ് ഒരു വീട്ടിലെ 2 ആടുകളെ ഈ പുലി ആക്രമിക്കുന്നത്. അവിടെ പ്രദേശത്ത് വീട്ടിൽ സ്ഥാപിച്ചിരുന്ന CCTVയിലാണ് ഇപ്പോൾ അത് കൃത്യമായി അത് പുലി തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. പുതുവലിൽ ഫിലിപ്പോസിന്റെ വീട്ടിലെ ആടുകളെയാണ് ആക്രമിച്ചത്. ഈ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ നിന്നും ഒക്കെ നിരവധി വന്യമൃഗങ്ങൾ ഇത്തരത്തിൽ ഈ നാട്ടിലേക്ക് ഇറങ്ങി, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ആളുകൾക്കും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങൾക്കും അടക്കം അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തുടരുകയാണ്. അത് നേരത്തെ കരടിയുടെ സാന്നിധ്യം ആളുകൾ തന്നെ പറഞ്ഞിരുന്നു, പുലിയുടെ സാന്നിധ്യം പറഞ്ഞിരുന്നു. ഏതായാലും ശക്തമായ രീതിയിൽ RRT ടീമിന്റെ അടക്കം നിരീക്ഷണം ഈ മേഖലയിൽ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ, ഈ പ്രത്യേകിച്ച് വനാതിർത്തിയിൽ അല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇത്തരത്തിൽ വന്യമൃഗ ശല്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. ചിന്നക്കനാൽ മേഖലയിൽ ഇന്നും ചക്കക്കൊമ്പൻ സ്ഥിരമായി, കാട്ടാന കൂട്ടവും ചക്കക്കൊമ്പനുമെല്ലാം സ്ഥിരമായി ഈ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ചക്കയുടെ ഒരു സീസണും കൂടി ആ പ്രദേശത്തായതോടുകൂടി ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ നിന്ന് മാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പീരുമേട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലും ഉടുമ്പൻചോല താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലും എല്ലാം ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം നിരന്തരമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആര്യ, ജോസിൽ, ഈ പുലിയെ കാട് കയറ്റാനുള്ള ഏതെങ്കിലും നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഈ മേഖലയിൽ ഈ പുലിയെ കണ്ട ഭാഗത്ത് വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് കുറെ കാലമായി നാട്ടുകാർ ഈ പുലി പ്രദേശത്തുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നതാണ്. പക്ഷെ ഇതിനു മുമ്പ് അത് വനം വകുപ്പ് പറഞ്ഞിരുന്നത് പൂച്ചപ്പുലിയാണ് എന്നുള്ള ഒരു മറുപടിയാണ് ജനങ്ങൾക്ക് കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കൂടി കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നത്. ജനങ്ങൾ വനംവകുപ്പിന്റെ ശക്തമായ നിരീക്ഷണം ഈ മേഖലയിൽ കൊണ്ടുവരണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ പ്രദേശത്തെ പീരുമേട് MLA വഴൂർ സോമൻ അടക്കം CPMന്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസ് അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയെ അടക്കം കണ്ട് ഈ വിഷയത്തിൽ ഇടുക്കി ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ശല്യത്തിനകത്ത് നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ അടക്കം കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഒരുക്കുന്ന രീതിയിൽ ഇതിനകത്ത് പരിഹാരം ഉണ്ടാകും എന്ന രീതിയിൽ മുഖ്യമന്ത്രിയും മറുപടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ശക്തമായ കുറേയേറെ മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ രംഗത്തുള്ള മുന്നേറ്റങ്ങൾ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഇടപെടൽ നടക്കുന്നുണ്ടെങ്കിലും ഈ കാടുകളിൽ ഉണ്ടാകുന്ന വന്യജീവികളുടെ അനിയന്ത്രിതമായ വർധനവ് പ്രദേശത്ത് വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയാണ്. കേന്ദ്ര വനം നിയമത്തിൽ കാതലായ ഒരു മാറ്റം ഉണ്ടാകാതെ ഇതിനകത്ത് അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഇടതുപക്ഷം വളരെ വ്യക്തമായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് ഒരു പരിഹാരവും ഇല്ല എന്നുള്ളതാണ്. ഈ കേരളത്തിന്റെ കാടിന് താങ്ങാവുന്നതിലും അധികം വന്യമൃഗങ്ങൾ, അത് ആനയാണെങ്കിലും പുലിയാണെങ്കിലും മറ്റ് കാട്ടുമൃഗങ്ങളാണെങ്കിലും എണ്ണത്തിൽ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. അത് അവസാനം ആനകളുടെ സെൻസസ് എടുക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും ഈ എണ്ണം വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. അതനുസരിച്ചുള്ള തീറ്റയോ വെള്ളമോ ഒന്നും ഈ കാടിനുള്ളിൽ ഒരുക്കാത്ത ഒരു സാഹചര്യവുമുണ്ട്. ഈ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് അതിന്റെ ആവാസ മേഖലയിൽ അതിനുള്ള ആവശ്യമായ തീറ്റയും വെള്ളവും ഒന്നും ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടാകും. അപ്പോൾ അത് തീറ്റയും വെള്ളവും എല്ലാം തേടി ജനവാസ മേഖലയിൽ. ശരി, കാര്യങ്ങൾ വ്യക്തമാണ്. ജോസിൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.